Morning all. Good morning, ma'am. Okay. നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ റോള് വരെ അല്ലേ അതുവരെയും പഠിപ്പിച്ചു നിർത്തി നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഇതാണ് അതില് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളല്ലേ നഴ്സുമാരുടെ കുറച്ച് കാര്യങ്ങളെല്ലാം ഭരണകരമായ രീതിയിൽ അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഉണ്ട്. കാരണം നഴ്സിംഗ് ഹൈറാർക്കിയാണ് പ്രധാനമായിട്ടും അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അതുവരെയും ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമ്മളെ നഴ്സുമാരെ കണ്ടെത്തി അവർക്ക് ഡെവലപ്മെന്റ് കൊടുക്കുന്ന അതിന്റെ അഡ്വാൻറ്റേജസ് വരെയാണ് പറഞ്ഞത്. ഇനി റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ, അത് മുതലല്ലേ എടുക്കാറുള്ളത്? റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ് തുടങ്ങിക്കോട്ടെ ഞാൻ ക്ലാസ്. അതില് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സമയം നമുക്ക് എന്തായാലും ഈ മന്തിൽ അവസാനിപ്പിക്കണം അല്ലെ. നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ആവുമ്പോഴേക്ക് എക്സാം ഉണ്ടാവും. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതില് പറയുന്നത് എന്താണ്? റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. പ്രധാനമായിട്ട് നമ്മൾ കണ്ടായിരുന്നു, സ്റ്റാഫുകളെ നിയമിച്ചു, അത് കൃത്യമായിട്ടുള്ള റിസർച്ചിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. അത് ഏത് തരത്തിലുള്ള ഒഴിവുകളാണ്, ഏത് തരത്തിലുള്ള പേഴ്സണെയാണ് നമ്മൾ നിയമിക്കേണ്ടതെന്ന് കണ്ടെത്തി അവിടെ നിയമിച്ചു. പിന്നെ അവർക്ക് ജസ്റ്റ് ട്രെയിനിങ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ അവരുടെ നോളജും സ്കില്ലുകളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രെയിനിങ് പ്രോസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി അഡ്മിനിസ്ട്രേറ്ററിന്റെ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിലെ റോൾ എന്താണെന്നുള്ളതാണ് ഇനി പഠിക്കാനുള്ളത്. അതിൽ പറയുന്നത് യൂസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫോർമേഷൻസ്. അതായത് അഡ്മിനിസ്ട്രേറ്റർ വഴി, അതായത് അവരുടെ ഭരണ നിർവഹണത്തിലൂടെ എന്താണ് ആക്ച്വലി ഇവർക്ക് കൂടുതൽ നോളജ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ്, കാരണം പറയാൻ യൂസ് പ്രിൻസിപ്പിൾസ്, അതിനെ പറ്റിയ മാനദണ്ഡങ്ങൾ ഇവർ ഉണ്ടാക്കുന്ന ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയി ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫോർമേഷൻ. പുതിയ അറിവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ കഴിവുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും കൊടുക്കുകയാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളിൽ പറയുന്നത്. Then the second one, use teaching techniques that strengthen staff. സ്റ്റാഫിന്റെ ആ ഒരു ഇത് അല്ലെ, സ്റ്റാഫിന്റെ ആ ഒരു ശക്തി അത് കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്റ്റാഫുകൾക്ക് കൂടുതൽ നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ തക്കത്തിലുള്ള ഒരു ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവർക്ക് കൂടുതൽ ഇനിഷ്യേറ്റീവായിട്ട് ജോലിയിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. Then continuously assess the learning needs to each unit. എന്താണ് ഓരോ ഭാഗത്തേക്കും ആവശ്യമായിട്ടുള്ളത്, എന്തെങ്കിലും ടീച്ചിങ് കാര്യങ്ങളാണോ പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസുകളാണോ അവർക്ക് കൊടുക്കേണ്ടത്, സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും വളർച്ച, അവരുടെ സ്കില്ലും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് എപ്പോഴും അസസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്ന് വെച്ചാൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുക. കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ചിങ് യൂണിറ്റ്. ഓരോ യൂണിറ്റിനും ആവശ്യമായിട്ടുള്ള ലേണിങ്സ്, അറിവ് എന്നുള്ളത് എത്രത്തോളം ആവശ്യകത, ഏത് രീതിയിലാണ് എന്നുള്ളത് കണ്ടിന്യൂസ്ലി അസസ് ചെയ്തുകൊണ്ടിരിക്കുക, വിലയിരുത്തിക്കൊണ്ടിരിക്കുക. Then leads employees regarding knowledge and skill deficit. ഇതിൽ പറയുന്നത് എംപ്ലോയീസ് അവർക്ക് ശരിയായ ഒരു അറിവും ഇത് വേണം അല്ലെ, സ്കില്ലും അറിവും വേണം എന്ത് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് അവിടെ അഭാവമുള്ളത്, അതാണ് പറയുന്നത്. വൈദഗ്ധ്യക്കുറവുകൾ എന്തിലാണ് സംഭവിച്ചിരിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ലീഡർഷിപ്പ് കൊടുക്കുക. അവിടെ അഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതില് ആ വൈദഗ്ധ്യ കുറവുകൾക്ക് നികത്തി കളയാൻ വേണ്ടിയിട്ടുള്ള
ലീഡിങ് കാര്യങ്ങൾ എന്തായാലും പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്ററിന്റെ നേതൃത്വത്തിൽ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് റോളിൽ പറയുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫുകളുടെ വളർച്ചയാണ്. അവർക്ക് നോളജ് വികസിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ സ്കില്ല് വികസിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം, അത് എന്താണെന്നുള്ള പ്രോബ്ലംസ് എന്താണ്, അവിടെ എന്താണ് ആവശ്യം, ഓരോ യൂണിറ്റിലും എന്താണ് ആവശ്യം, സ്കില്ലിന്റെ അറിവുകളാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും നോളജിന്റെ എന്തെങ്കിലും അറിവില്ലായ്മയാണോ, അല്ലെങ്കിൽ കഴിവ് തെളിയിക്കേണ്ട കാര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അവിടെ എന്താണ് വൈദഗ്ധ്യക്കുറവ് വന്നിരിക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് അത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള റോളാണ് അഡ്മിനിസ്ട്രേറ്ററിന് ഉള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാട്ട, ഞാൻ ഇതെടുക്കുന്നത് നിങ്ങളെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഒന്നും കൂടി പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ തന്നെ റിപ്ലൈ ചെയ്യുക. എന്താണ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ളതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ? അണ്ടർസ്റ്റുഡ് ആണ്. ഒന്നുകൂടി ഇന്നും പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒന്നുകൂടി പറയാം. അപ്പൊ ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് എന്തായാലും നെക്സ്റ്റ് പോർഷനിലേക്ക് നമുക്ക് കവർ ചെയ്ത് പോകണം ഇത്ര സ്പീഡില്. ഇത് നിങ്ങൾ ജസ്റ്റ് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പൊ എന്താണ് ഈ സ്റ്റാഫും ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്നൊന്നും ക്ലിക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഇതില് മനസ്സിലാക്കേണ്ടത് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് സ്റ്റാഫ് ഡെവലപ്മെന്റിലുള്ളത് എന്താണ്, യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫോർമേഷൻസ്. അതായത് അവരുടെ അറിവ്, പുതിയ കഴിവുകളും അതേമാതിരി തന്നെ പുതിയ ഇൻഫോർമേഷൻസും എല്ലാം എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, പഠിച്ചെടുത്ത് അവരെ മനസ്സിലാക്കിയെടുക്കണം അല്ലെ, ആ സ്റ്റാഫുകളെ മനസ്സിലാക്കിയെടുക്കണം. എന്താണ് ഇവർക്ക് കൂടുതൽ അറിവ് പകർന്നു കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. അതിനനുസരിച്ചുള്ള തത്വങ്ങളാണ് ഇവരെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. യൂസ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫിംഗ്. സ്റ്റാഫിന്റെ ആ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടീച്ചിങ് ടെക്നിക്സ് ഒക്കെ ഇവർ ഉപയോഗിക്കുക. ദെൻ കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് യൂസ് ടു ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിന്റെയും എന്താണ് ആവശ്യകത, അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കാണിച്ചു കൊടുക്കേണ്ടതായിരിക്കും. അങ്ങനെ എന്താണോ ഓരോ യൂണിറ്റിനും ആവശ്യകതയായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക, കണ്ടിന്യൂസ്ലി വിലയിരുത്തുക. ദെൻ ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. നമുക്കറിയാം എല്ലാ സ്റ്റാഫുകൾക്കും ചിലപ്പോൾ അക്കാദമിക് നോളജ് ആയിരിക്കല്ലേ കൂടുതലും ഉണ്ടാവുക. അപ്പൊ നമുക്ക് അത് മനസ്സിലായി ഇനിയിപ്പോ പ്രാക്ടിക്കലി അവർക്ക് കൂടുതൽ ചെയ്തായിരിക്കും കൂടുതൽ അറിവ് സമ്പാദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവരുടെ ഡെഫിസിറ്റ്, അവരുടെ ദൗർലഭ്യത എന്നുള്ളത് എന്തിലാണ്, അത് തൊഴിലുമായി എന്താ പറയുക, തൊഴില് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ശരിക്കും അക്കാദമിക് ആയിട്ടുള്ള നോളജിന്റെ കുറവ് കൊണ്ടാണോ, എന്താണ് അവരുടെ ഡെഫിസിറ്റ് എന്ന് മനസ്സിലാക്കിയെടുത്ത് അതിന് മുന്നോടിയായിട്ട് അത് മാറ്റിയെടുത്തിട്ട് നല്ല ഒരു റിസൾട്ട് വേണം. തൊഴിലിൽ നിന്ന് നല്ല സേവനം കാഴ്ചവെക്കേണ്ടതുണ്ട്. അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ലീഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്താ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഇതില് പ്രധാനമായിട്ടും ഇതിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലേ, മേലാധികാരികൾ എന്തൊക്കെ ഇത്തരത്തിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ അറിയാം എന്താണ് ഡോക്ടേഴ്സിന്റെ ഒപ്പം ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരെ ആണെങ്കിലും സൂപ്പർവൈസ് ചെയ്യാനായിട്ട് നഴ്സിംഗ് ആ തലത്തിലുള്ള മേലധികാരികൾ ഉണ്ടാവും. അങ്ങനെ അവരുടെ ഒപ്പം തന്നെയായിരിക്കും എന്താണ് താഴ്ത്തട്ടിലുള്ള ജീവനക്കാരെ ജോലി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹൈറാർക്കി സിസ്റ്റത്തിനെയാണ് ഇതില് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. നമുക്ക് എന്താന്ന് നോക്കാം. The structure of organization determines the employee behavior through the effect of a role, power, status, responsibility, authority and communication. അതായത് ഇതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ ഘടന എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്, ആ വ്യക്തികളുടെ ആ ഒരു ജോലിയിൽ ഇരിക്കുന്ന വ്യക്തികളുടെ റോള്, അവർ എന്തൊക്കെ റോളിലാണ്, എന്തൊക്കെ ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും അവര് തൊഴിലധിഷ്ഠിതമായിട്ടുള്ളത്. പവർ, അവരുടെ ശക്തി, അതായത് നമുക്കറിയാലേ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് അവർക്ക് അതിൻ്റെതായ കുറെ അധികാരങ്ങളുണ്ടാവും അല്ലെ, ഉത്തരവാദിത്തങ്ങളുണ്ടാവും, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അധികാരങ്ങള്, അതിന്റെ കമ്മ്യൂണിക്കേഷൻ, അവര്
ആയിരിക്കും. അവരോടായിരിക്കും നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെ ചില മേലധികാരികളോടായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ആ ഒരു സ്ട്രക്ചർ, അത് അവരുടെ ആ പെരുമാറ്റ രീതിയാണ് ഇതിന്റെ ഘടന എന്നുള്ളതിൽ കാണിക്കുന്നത്. അതായത് ഓരോ വ്യക്തികളുടെയും പൊസിഷൻ, അതായത് അവരുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് ആവാം, റെസ്പോൺസിബിലിറ്റി ആവാം, അതോറിറ്റി ആവാം, പവർ ആവാം, അത് വെച്ചിട്ട് ആ വ്യക്തിക്കുള്ള ആ ബിഹേവിയറെ ആണ് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷനിൽ കാണിക്കുന്നത്. Then എന്താ പറയുന്നത്, നഴ്സിംഗ് ഇസ് എ ലാർജ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എവറി ഹോസ്പിറ്റൽ. ഹെൻസ് ഇറ്റ് ഹാസ് എ ഹൈറാർക്കി ആസ് എ ഡോക്ടേഴ്സ് ഗ്രൂപ്പ്. ഡോക്ടേഴ്സ് ചെയ്യുന്ന വളരെ തന്നെയുള്ള ഒരു വലിയ ഹൈറാർക്കി സിസ്റ്റം തന്നെയാണ് നഴ്സുമാരുടെ ഇടയിലും ഹോസ്പിറ്റലിൽ ഉള്ളത് എന്ന്. അതായത് നമുക്കറിയാം ജൂനിയർ ഡോക്ടേഴ്സ്, സീനിയർ ഡോക്ടേഴ്സ്, പിന്നെ അവരുടെ ഒരു പാനലൊക്കെ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ഇതുകളൊക്കെ അല്ലെ, എന്തെങ്കിലും ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അങ്ങനെ കുറച്ച് ഏറ്റവും ടോപ്പിലുള്ള ഡോക്ടേഴ്സും അതിനോടൊപ്പം തന്നെ ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ ധാരാളം ഉണ്ടാവും. അതുമാതിരത്തെ സിസ്റ്റം തന്നെയാണ് നഴ്സിംഗ് ഫീൽഡിലും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് നഴ്സിംഗ് ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ലെവലിലാണ് ഈ ഹൈറാർക്കി സിസ്റ്റത്തില് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഹൈറാർക്കി സിസ്റ്റം അനുസരിച്ചിട്ട് തരംതിരിച്ചിരിക്കുന്നതിൽ ടോപ്പിൽ വരുന്നത് നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. നമുക്കറിയാം ഏറ്റവും ടോപ്പ് ലെവലിലുള്ളതാണ് നഴ്സിംഗ് ഡയറക്ടർ, അതിനുശേഷം നഴ്സിംഗ് സൂപ്രണ്ടന്റ്, പിന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ, പിന്നെ നഴ്സിംഗ് ഇൻചാർജ്, then സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. അങ്ങനെയാണ് ആ നഴ്സിംഗിന്റെ ഹൈറാർക്കി സിസ്റ്റം വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നഴ്സിംഗ് ഡയറക്ടർ. അതിൽ ഓരോരുത്തരുടെയും വെച്ചിട്ട് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയുമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്തിട്ട് അതിന് ഏത് പേഴ്സൺ ആണെന്ന് ചോദിക്കും. അപ്പൊ അത് ആരാണെന്നുള്ളത് നമ്മൾ എന്തായാലും ചെയ്യേണ്ടതായിട്ട് വരും. ആൻസറിൽ മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ അവർക്ക് തരികയും ചെയ്യും. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ഓരോരുത്തരുടെയും എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ നമുക്ക് നഴ്സിംഗ് ഡയറക്ടർ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. നഴ്സിംഗ് ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിത്വമാണ് നഴ്സിംഗ് ഡയറക്ടർ എന്നുള്ളത്. ഏറ്റവും താഴെയുള്ളതാണ് നഴ്സിംഗ് അസിസ്റ്റന്റ്. നഴ്സിംഗ് ഡയറക്ടറിന്റെ ഏറ്റവും താഴെയുള്ളതാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്, പിന്നെ അതിന് താഴെയാണ് നഴ്സിംഗ് സൂപ്പർവൈസർ, പിന്നെ അതിന് താഴെയാണ് നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. അപ്പൊ നഴ്സിംഗ് ഡയറക്ടറിന്റെ കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നഴ്സിംഗ് ഡയറക്ടർ who provides direction to the nursing staff and coordinating health service. അതായത് പറയുന്നത് അവരാണ് എന്താ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെ, ഒരു വഴികാട്ടിയായിട്ട് നഴ്സിംഗ് സ്റ്റാഫുകളെ മൊത്തത്തിൽ ഒരു വഴികാട്ടിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്, ഏകോപിപ്പിക്കുന്നതും തന്നെ ഗൈഡ് ചെയ്ത് സേവനങ്ങൾ ഇന്ന ഭാഗത്തേക്ക് നിങ്ങളുടെ ഡ്യൂട്ടികളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഭാഗത്തേക്കൊക്കെ കേന്ദ്രീകരിച്ച് വിടുന്നതും ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. അവരാണ് ഗൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ നഴ്സിംഗ് ഡയറക്ടർ who provide direction to the nursing staff and coordinates the health service. നമ്മുടെ ഹെൽത്ത് സർവീസിന്റെ ആ ഒരു മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ. The duties consist of supervising all nursing staff and looking after patient care as well as administrative functions like record keeping, budgeting, etc. അപ്പൊ ഇവരെന്താണ് മൊത്തത്തിൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും സൂപ്പർവൈസിങ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്, എല്ലാ തരത്തിലുള്ള നഴ്സിംഗ് ജോലിക്കാരെയും എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. ആൻഡ് ലുക്കിംഗ് ആഫ്റ്റർ പേഷ്യന്റ് കെയർ ആസ് വെൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ലൈക്ക് റെക്കോർഡ്. ഇവരിപ്പോ പേഷ്യൻസിനെയൊക്കെ സേവനം ചെയ്യുകയാണല്ലോ നഴ്സുമാരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അപ്പൊ അവരുടെ ആ കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസിന്റെയും റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്. അതേമാതിരി തന്നെ ബഡ്ജറ്റിംഗ്, അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ബഡ്ജറ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. അറ്റ് മിനിമം ദേ റിക്വയർ ഫോർ വർക്കേഴ്സ് ഓർ എ ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ് along with at least 10 years of experience in a deemed person. നമുക്കറിയാം ഇങ്ങനെ പേഴ്സൺസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അവരെ പിന്നെ എങ്ങനെയാണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ പോസ്റ്റിലേക്ക് എത്തുക? അവർക്ക് അതിന്റെ ആ ഒരു രീതിയിൽ ആ ഒരു സെക്ഷനിൽ ഒരു 10 വർഷത്തെയും കൂടി എങ്കിലും മിനിമം 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ പോസ്റ്റിലേക്ക് എത്തുക. അവർക്ക് അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതായത് ബാച്ചിലർ ഡിഗ്രി
അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇതില് ആ ഒരു ഫീൽഡില് എത്ര വർഷത്തെ 10 വർഷത്തെ എക്സ്പീരിയൻസും കൂടിയും ഉണ്ട് എങ്കിലാണ് അവർക്ക് നേഴ്സിംഗ് ഡയറക്ടർ ആവാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ട ഏറ്റവും ടോപ്പിലുള്ളതാണ് നേഴ്സിംഗ് ഡയറക്ടർ. അവരാണ് മൊത്തത്തില് നഴ്സുമാരെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഡയറക്ട് ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമുള്ള കുറച്ച് റെക്കോർഡ്സുകൾ, ബന്ധപ്പെട്ട റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് റെക്കോർഡ് കീപ്പിംഗ്, ബഡ്ജറ്റിംഗ്, എക്സിക്യൂട്ടീവ് അതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. വീണ്ടും പറയുന്നത് എന്താണ്, ഇവർക്ക് വേണ്ട ഡിഗ്രി എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയും ഒപ്പം തന്നെ എന്താണ് 10 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ്, ആ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസും ഉണ്ടെങ്കിലാണ് നഴ്സിംഗ് ഡയറക്ടർ ആവാനുള്ള സാധ്യതയുള്ളത്. നെക്സ്റ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നത് അവരുടെ ചുമതലകളും ജോലികളും എന്തൊക്കെയാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, ടു ഡയറക്ട്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്സ്. അതായത് നേരത്തെ പറഞ്ഞ മാതിരി മൊത്തത്തിൽ അവരെ അല്ലെ എല്ലാവരെയും സ്റ്റാഫുകളെ എല്ലാം വിലയിരുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യുക, അവിടെ ഏത് മേഖലയിലേക്കാണ് വഴികാട്ടി കാണിച്ച് കൊടുക്കുന്നതും ആരാണ്, നഴ്സിംഗ് ഡയറക്ടറാണ്. then to guide staff procedure, സ്റ്റാഫിംഗ് പ്രൊസീജിയർ ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയാം, അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ അതുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ചെയ്യുന്നതും നഴ്സിംഗ് ഡയറക്ടറാണ്. then to set a long term goal for the ensuring department, അതായത് സ്ഥാപനത്തിൻ്റെതായ രീതിയിൽ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള വലിയ വലിയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നീണ്ട കാലയളവിലേക്കുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറാണ്. then arrange and coordinate admission, nursing and patient care procedure. നമ്മൾക്ക് അറിയാം, ഇപ്പൊ അഡ്മിഷനും നഴ്സിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി അല്ലെ. അപ്പൊ ആ ഒരു ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. then settle issue and problems, both the departmental issue and the patient issue. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ, ഓരോ നല്ലല്ലേ, ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ടായിരിക്കും ഡ്യൂട്ടീസ് ഉണ്ടാവുക. അപ്പൊ എന്താണ്, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട വല്ല തർക്കങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്യൂസുകളെല്ലാം സെറ്റിൽ ചെയ്യുന്നത് ആരാണ്, നഴ്സിംഗ് ഡയറക്ടറാണ്. then report to upper management. നമുക്കറിയാം മാനേജ്മെന്റ് കഴിഞ്ഞാൽ നഴ്സിംഗ് ഡയറക്ടറുടെ പോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ മാനേജ്മെന്റ് തലത്തിലേക്ക് മാനേജ്മെന്റ് എന്തെങ്കിലും ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ മാനേജ്മെന്റിനെ എന്തെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിലും റിപ്പോർട്ടുകളൊക്കെ കൊടുക്കേണ്ടതും ആരാണ്, നഴ്സിംഗ് ഡയറക്ടറുടെ ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ആണ്, റെസ്പോൺസിബിലിറ്റീസ് ആണ് നഴ്സിംഗ് ഡയറക്ടറിനുള്ളത്. ടു ഡയറക്ട്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്, ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ, ഗൈഡ് ചെയ്യുക. then to set long term goal, അതായത് ലോങ് ടൈം ഗോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുക. നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്, നഴ്സിംഗ് സൂപ്രണ്ടന്റാണ്. സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ്, ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്, രണ്ട് തരത്തിലുള്ള ഇഷ്യൂസുകളെല്ലാം സെറ്റിൽ ചെയ്യുന്നത് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. then report to upper management, upper management ചോദിക്കുന്നതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നത് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടി തന്നെയാണ്. നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് വായിച്ചു നോക്കാം. ഇത് അല്ല പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിങ്ങനെ മനസ്സിലാക്കി പോകാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. നെക്സ്റ്റ് പേഴ്സന്റെയും ഇങ്ങനെ കുറച്ച് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഹൈറാർക്കി സിസ്റ്റം അനുസരിച്ചിട്ടുള്ള അവരുടെ പദ്ധതികൾ നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും ടോപ്പിൽ ആരാണ്, അതായത് താഴെ ആരാണ്, അതിനുശേഷം ആരാണ്, പ്രധാനമായിട്ട് ഏത് ഡ്യൂട്ടീസ് ആണ് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് വരുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. കണ്ടിന്യൂ ചെയ്തോട്ടെ. നഴ്സിംഗ് സൂപ്രണ്ടിന്റെ എന്താണ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. രണ്ടാമത്തെ ഒരു പൊസിഷനിലുള്ള വ്യക്തിത്വമാണ് ആര്, നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ എന്താ ഹോസ്പിറ്റലിലെ ഭരണപരവുമായി ബന്ധപ്പെട്ട. He or she will be held responsible for management and supervision of nursing services of the different departments of the hospital.
ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിലെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? സൂപ്പർവിഷൻ തന്നെയാണ് അല്ലെ. നമ്മൾ സൂപ്പർവൈസർ ആ ഒരു പൊസിഷൻ കാണുമ്പോൾ തന്നെ അറിയാം, സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത് സൂപ്പർവൈസർ. എല്ലാവരും മെത്തഡിലുള്ളവരെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അവരെ കീഴിലുള്ളവരെ സൂപ്പർവൈസ് ചെയ്യുക, അങ്ങനെയായിരിക്കും പ്രധാനമായിട്ടും ഏത് ഹൈറാർക്കിയിലും വരുന്നത് അല്ലെ. മേലിലുള്ളവരെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ടാവും, അതേമാതിരി തന്നെ താഴെയുള്ളവരെ സൂപ്പർവൈസ് ചെയ്യുകയായിരിക്കും പ്രധാനമായിട്ടും ഏതൊരു സ്റ്റാറ്റസിലുള്ള വ്യക്തികളുടെയും ഡ്യൂട്ടീസ്. അപ്പൊ ഇതിലും അത് തന്നെയാണ്, he or she will be held responsible for management and supervision of nursing service of the different departments of the hospital. എല്ലാ മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള സർവീസുകൾ, ഈ നഴ്സിംഗ് സർവീസുകളൊക്കെ സൂപ്പർവൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെടുകയും ചെയ്യുകയാണ് ഇവരുടെ ഡ്യൂട്ടി. In all areas of nursing activity, he or she will help the nursing director and act as the director in the absence of the nursing director. അതായത് നമുക്കറിയാം, മേലധികാരിയായിട്ട് സൂപ്രണ്ടന്റിന്റെ മുകളിലുള്ളത് നഴ്സിംഗ് ഡയറക്ടർ ആണ്. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അവർക്ക് അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താ ആബ്സെൻസ്, അപ്പൊ നഴ്സിംഗ് ഡയറക്ടറിന്റെ എന്തെങ്കിലും ആബ്സെൻസ് വിളിച്ചു കൊടുക്കുമ്പോഴോ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ആ ആബ്സെൻസിൽ ഇവരായിരിക്കും പ്രസന്റ് ആവുന്നത്, നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. ഇൻ ഓൾ ദ ഏരിയാസ് ഓഫ് നഴ്സിംഗ് ആക്ടിവിറ്റി ഹി ഓർ ഷീ വിൽ ഹെൽപ്പ് ദ നഴ്സിംഗ് ഡയറക്ടർ. ഫസ്റ്റ് വൺ അങ്ങനെ പറയുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നു, ആൻഡ് ആക്ട് ആസ് എ ഡയറക്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ നഴ്സിംഗ് ഡയറക്ടർ. അതായത് ആക്ട് ചെയ്യുന്ന വെച്ചാൽ പ്രവർത്തിക്കുക, എന്താണ് നഴ്സിംഗ് ഡയറക്ടറുടെ അഭാവത്തില് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അവരുടെ ഡ്യൂട്ടീസ് എടുത്ത് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഹി ഓർ ഷീ വിൽ ഹെൽപ്പ് ദ നഴ്സിംഗ് ഡയറക്ടർ ഇൻ ഹിസ് വർക്ക്. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്, ആ ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. Then accountable for master rotation of nurses. നമുക്കറിയാം, ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ റൊട്ടേഷൻ അല്ലെ, ഷിഫ്റ്റ് ഡ്യൂട്ടികളാണ് പ്രധാനമായിട്ട് 24 hours വർക്കിംഗ് ആണ് അവര്. അപ്പൊ ഹോസ്പിറ്റൽ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നഴ്സുമാർക്ക് എന്താണ് ഡ്യൂട്ടീസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്തപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then check and confirm the duty roster of staff nurse prepared by nursing in charge. നഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കും എന്താണ് ഇങ്ങനെ നഴ്സിംഗ് റൊട്ടേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഓക്കെ സ്ഥിരീകരിക്കുക എന്നുള്ള ഒരു കടമ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ടായിരിക്കും ഹോസ്പിറ്റൽ വർക്കുകൾ നഴ്സുമാർ ചാർജ് എടുത്ത് ചെയ്യുന്നത്. അവരുടെ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്, തയ്യാറാകുന്നതൊക്കെ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സൺ ആയിരിക്കും. അത് കൺഫേം ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ്, അത് സ്ഥിരീകരിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then accountable to receive a report from the night supervisor. നൈറ്റ് സൂപ്പർവൈസറിന്റെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ എല്ലാം അത് ഉത്തരവാദിത്തപ്പെടുന്നതും നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കയ്യിലാണ്. അത് അവർ വഴിയാണ് അത് ഉത്തരവാദിത്തപ്പെടുന്നത്. accountable to receive a report from the night supervisor. നൈറ്റിലെ ഡ്യൂട്ടികളൊക്കെ സൂപ്പർവൈസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഇവരെയാണ് അതിന്റെ റിപ്പോർട്ടുകളൊക്കെ ഏൽപ്പിക്കുന്നത്. Then organize the staff meeting regularly. അപ്പൊ റെഗുലർ ആയിട്ട് സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുന്നത് സംഘടിപ്പിക്കേണ്ടതും ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഇതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. ഹു ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി? അങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ 4 ഇതുകൾ വരും. അപ്പൊ എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ കണ്ടെത്തണം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത് സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർ. Then keep the record of staff statistics in connected with the education program. അപ്പൊ എന്താണ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥിതി വിവരണ കണക്കുകളൊക്കെ അതെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിതി വിവരണ കണക്കുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സൂക്ഷിച്ച് വെക്കേണ്ടത് ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then supervise neatness of the ward with the help of a nursing incharge. നഴ്സിംഗ് ഇൻചാർജിന്റെ മേൽനോട്ടത്തിലായിരിക്കും അത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഏത് ആ ഭാഗത്തെ അല്ലെ ഓരോ വാർഡിന്റെയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നഴ്സിംഗ് ഇൻചാർജുള്ള നഴ്സുമാരുടെ മേൽനോട്ടത്തിലായിരിക്കും. പിന്നെ അത് ഒന്നുകൂടി സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ആണ്. Arrange and plan nursing care activities of the wards as the hospital policies and services. അതായത് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമ നടപടികൾ എന്തെങ്കിലും നയങ്ങളൊക്കെ രൂപീകരിക്കേണ്ടതുണ്ടെങ്കിൽ
അത് അറേഞ്ച് ചെയ്യുന്നതും നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ്സ് ആസ് പെർ ദ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. നമുക്കറിയാം ചില സമയങ്ങളിലൊക്കെ നമ്മൾ തിരക്കുള്ള സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ചില പോളിസികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അറേഞ്ച് ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് എന്നുള്ളത്. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ കണ്ടെത്തിയത് നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കുറച്ച് കാര്യങ്ങളാണ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് നഴ്സിംഗ് ഡയറക്ടറിന്റെ കീഴിലാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ അവരുടെ ഡ്യൂട്ടി, അവരെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടികൾ, ഡയറക്ടർ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് ആയിട്ട് വരുന്നത് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഇൻ കേസ് നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ ഇവരുടെ ഡ്യൂട്ടി, ഡയറക്ടറുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതും നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണെന്ന് പറയുന്നു. തന്നെ ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്ന മറ്റു കാര്യങ്ങള്, മീറ്റിംഗ് റെഗുലർ ആയിട്ട് വിളിച്ചു കൂട്ടേണ്ടത് ഇവരാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കേണ്ടത് ഇവർ തന്നെയാണ്. തന്നെ നീറ്റ് എങ്ങനെയാണ് ചെയ്ത് ഇരിക്കുന്നത് എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുന്നതും സൂപ്രണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് എന്തെങ്കിലും പ്രത്യേക പോളിസീസ് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഇത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഷിഫ്റ്റ് അല്ലെ, നമ്മുടെ റൊട്ടേഷൻ, അത് മാസ്റ്റർ റൊട്ടേഷൻസ് ഒക്കെ അക്കൗണ്ടബിൾ ആയിരിക്കുന്ന പേഴ്സണും ആരാണ്, നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഇത് നെക്സ്റ്റ് നമുക്ക് ഇതുള്ളത് എന്താണ്, നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യണോ? എന്തെങ്കിലും വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. പെട്ടെന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. പേഴ്സന്റെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. ഓക്കേണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് നെക്സ്റ്റ് നമ്മൾ തുടങ്ങേണ്ടത്. എന്താണ് നോക്കാം. നഴ്സിംഗ് സൂപ്പർവൈസർ കൺസിഡേർഡ് ആസ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് ഈസ് എ പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം ആൻഡ് ഈസ് കൺസിഡേർഡ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. അപ്പൊ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു പേഴ്സൺ ആണ് ആര്, നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്ന വ്യക്തി. പിന്നെ വീണ്ടും പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ലീഡർഷിപ്പ് ടീം. ഇവരാണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ ഒരു ലീഡർഷിപ്പ് ടീം കൂടിയാണ് മനസ്സിലാക്കുക. അതേമാതിരി തന്നെ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന ലേബിൾ ചെയ്തിരിക്കുന്ന വ്യക്തിത്വമാണ് ആര്, നഴ്സിംഗ് സൂപ്പർവൈസർ. There is a nursing supervisor available around the clock. Nursing supervisor should always be ready to attend the patient either in a person or by way of a consultation in an or call capacity. Nursing superintendent oversees the nursing supervisor. അതായത് നഴ്സിംഗ് സൂപ്പർവൈസർ ഓൾറൗണ്ട് ആയിട്ട് അല്ലെ, നമുക്കറിയാം സൂപ്പർവൈസറിന്റെ പോസ്റ്റിലുള്ള പേഴ്സൺ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ഇതിലും എന്തൊക്കെയാണ് അപാകതകൾ കണ്ടെത്തി അതിനെ പരിഹരിച്ച് അത് മുൻകൂട്ടി എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് ലീഡ് ചെയ്ത് കൊടുക്കണം. രീതിയിലേക്ക് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു പോകണം. ഇതൊന്നും ശരിയായ അല്ലെങ്കിൽ ഈ സമയത്തിൽ നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ലീഡർഷിപ്പ് കൊടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ആരുടെ, നഴ്സിംഗ് സൂപ്പർവൈസർ. പറയാന് നഴ്സിംഗ് സൂപ്പർവൈസർ ഷുഡ് ഓൾവേസ് ബി റെഡി ടു അറ്റൻഡ് പേഷ്യന്റ്. അപ്പൊ പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് നഴ്സുമാരെ പ്രാപ്തമാക്കി നിർത്തേണ്ട ഒരു വ്യക്തിത്വമാണ് ആരുടെ, നഴ്സിംഗ് സൂപ്പർവൈസറുടെ. either in a person or by way of a consultation in can all capacity. ഏത് രീതിയിലും പേഷ്യൻസ് വന്നാലും അവിടെ ഡോക്ടേഴ്സിനെ കാണാനായിട്ടാണെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ നഴ്സുമാരുടെ സേവനത്തിന് വേണ്ടിയിട്ട് വന്നാലും എല്ലാത്തരം റെഡി ആക്കി നിർത്താനായിട്ട് ഉള്ള ഒരു ലീഡർഷിപ്പ് കാര്യം ഉള്ളത് ആരെയാണ്, നഴ്സിംഗ് സൂപ്പർവൈസറുടെയാണ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീ ദ നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പൊ നമ്മള് സൂപ്പർവൈസറിന്റെ കീഴിലായിരിക്കണം. നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കീഴിലാണ് ആരുള്ളത്, നഴ്സിംഗ് സൂപ്പർവൈസർ. അതുകൊണ്ട് തന്നെ അവരെ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് ആര്, നഴ്സിംഗ് സൂപ്പർവൈസർ.
ഓക്കെ, അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീ ദ നഴ്സിംഗ് സൂപ്പർവൈസർ. പിന്നെ അതില് വീണ്ടും പറയുന്നുണ്ട് ഇതേമാതിരി തന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വീണ്ടും പറയുന്നുണ്ട്. എന്താണ് ഇതിൽ പറയുന്ന ഡ്യൂട്ടീസ് നോക്കാം. ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ് ആൻഡ് കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. ഇപ്പൊ നമ്മള് നേരത്തെ കണ്ടിരുന്നു അല്ലേ, പേഷ്യൻസിനെ കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ആ ഒരു ഡ്യൂട്ടിയിലേക്ക് നഴ്സുമാരെ ശരിയാക്കി നിർത്തേണ്ട ഒരു സൂപ്പർവൈസർ പൊസിഷനാണ് ആരുടെയിലുള്ളത്, നഴ്സിംഗ് സൂപ്പർവൈസർ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസിന് എല്ലാ തരത്തിലുള്ള തൊഴിലാളികളുടെയും അച്ചടക്കത്തോടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൗൺസിലിംഗ് ചെയ്ത് തുടങ്ങി ഇന്ന രീതിയിലല്ല നിങ്ങൾ ഷൗട്ട് ചെയ്തിട്ട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യരുത്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. ഷെഡ്യൂൾ കോച്ചിങ് എന്തെങ്കിലും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. എന്തെങ്കിലും വിലയിരുത്തി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി ക്രമപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങൾ പേഷ്യൻസിന് ഇത്രയും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ ഈ നഴ്സുമാരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇത്രയും ഉണ്ടെങ്കിൽ ഇവരെ കൈകാര്യം ചെയ്യുക. ഏത് തരത്തിലുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് നഴ്സുമാരെ സജ്ജമാക്കി എടുക്കുക. അത് ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് വന്നാലും അതിനെ കൈകാര്യം ചെയ്തിട്ട് അവരെ സജ്ജമാക്കി എടുക്കുക. നഴ്സുമാരെ എല്ലാവരെയും എല്ലാ തരത്തിലും എന്താണ് പങ്കാളികളാക്കി എടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ആരുടേത്, നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ. മീറ്റ് ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജീസ്, പ്ലാൻ ആൻഡ് പ്രൊസീജിയർ. അപ്പൊ ഇതിലെന്താണ് എന്തെങ്കിലും നമ്മുടെ നേരത്തെ കൂട്ടി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ എന്തെങ്കിലും നേരത്തെ കൂട്ടി ചെയ്തിട്ടായിരിക്കും സ്റ്റാൻഡേർഡ് പ്ലാനിങ് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കൂട്ടി എന്തെങ്കിലും തയ്യാറാക്കി വെക്കണം. അപ്പൊ ഇന്ന രീതിയിൽ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ പേഷ്യൻസിനെ നന്നായ രീതിയിൽ തന്നെ അവർക്ക് സർവീസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നേരത്തെ കൂട്ടി നമ്മൾ സ്റ്റാൻഡേർഡ് ഒക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ സ്റ്റാൻഡേർഡ് ചെയ്തിട്ട് ഇവർക്ക് ആ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൈകാര്യം കൊടുക്കേണ്ടതും ആരാണ്, നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ. Then maintain nursing principles and right norms, policies and procedures. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ നഴ്സുമാരെ എല്ലാ തരത്തിലും സജ്ജമാക്കണമെങ്കിൽ ചില തത്വങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലെ. ഇതിനെ ഫോളോ ചെയ്യണം, ഇതിന്റെ മാർഗങ്ങളിലൂടെയാണ്, ഇതിന്റെ പോളിസി നയങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ പേഷ്യൻസിന് ഇത്രയും പേഷ്യൻസിനെ നിങ്ങൾ പരിശോധിക്കണം, അവർക്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യണം. അതല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യാനാണെങ്കിൽ അവരെ ഈ രീതിയിൽ പ്രോബ്ലംസ് അല്ലെ എല്ലാവർക്കും വെയിറ്റ് ടൈംസ് ഒന്നും കൊടുക്കാതെ ഒരുപാട് പ്രോബ്ലംസ് ഒന്നും സൃഷ്ടിക്കാത്ത തരത്തില് ഏതെങ്കിലും രീതിയൊക്കെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള കുറെ പ്രിൻസിപ്പിൾസും അതേമാതിരി തന്നെ പോളിസികളും നയങ്ങളും നടപടി ക്രമങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതും ആര് തന്നെയാണ്, നഴ്സിംഗ് സൂപ്പർവൈസറാണ്. Then identify patient service need by establishing personal relationship. നമുക്കറിയാം ഒരു ഹോസ്പിറ്റല് നന്നായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്താണ് പേഷ്യൻസ് അവിടെ വരണം അല്ലെ. അപ്പൊ പേഷ്യൻസ് വരിക എന്നുള്ള ഒരു നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു പോകേണ്ട ഒരു ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ചുമതലയും കൂടി നഴ്സിംഗ് സൂപ്പർവൈസർ. അതിനനുസരിച്ചിട്ടുള്ള നഴ്സുമാർ നല്ല രീതിയിൽ അവരോട് പെരുമാറേണ്ടതുണ്ട് അല്ലെ. നല്ലൊരു റിലേഷൻഷിപ്പ് ഇപ്പൊ പേഷ്യൻസിനോട് നല്ല റിലേഷൻഷിപ്പ് കാഴ്ചവെച്ചില്ലെങ്കിൽ ചിലപ്പോ ആണെങ്കിൽ അവര് വേറെ ഹോസ്പിറ്റലിൽ അവര് ട്രീറ്റ്മെന്റിൽ പോയി എന്ന് വരാം. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ് അത് ബാഡ് മാർക്ക് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. നല്ലൊരു റിലേഷൻഷിപ്പ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കാം, അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസറാണ്. പ്രൊവൈഡ് ഇൻഫോർമേഷൻ നീഡഡ് ടു പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ചികിത്സ ഏത് വ്യക്തികൾക്കാണെങ്കിലും അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ പേഷ്യൻസിന് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ടീമിനും നേരത്തെ പറഞ്ഞ മാത്രം നഴ്സുമാർക്കും കൊടുക്കേണ്ടതുണ്ടെങ്കിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്, നഴ്സിംഗ് സൂപ്പർവൈസറാണ്. Then maintain documentation of patient care service. പേഷ്യന്റിന്റെ സർവീസ് പേഷ്യന്റുമായിട്ടുള്ള സർവീസുകളെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത് ആരാണ്, മെയിൻറ്റെയിൻ കീപ്പ് എന്ന് പറയുന്നില്ല, മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. എന്തെങ്കിലും ഇതുകളെല്ലാം നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് എന്തെങ്കിലും രേഖാമൂലം എഴുതി വെക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ആ സർവീസുകളെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കുന്നതും ആര് തന്നെയാണ്, നഴ്സിംഗ് സൂപ്പർവൈസറാണ്.
Then a confirm operation of medical and administrative equipment and verify emergency equipment availability. അപ്പൊ നമുക്ക് അറിയാം ഹോസ്പിറ്റലില് പല പല ഡ്യൂട്ടികളുണ്ടല്ലേ, നഴ്സുമാരെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഓരോ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ അഭാവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ഹോസ്പിറ്റൽ ഫങ്ഷൻസ് നടന്നു പോകില്ല. അപ്പൊ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യകതയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ്സിന്റെ ഭരണകരമായ രീതിയിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ അപാകതയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി അതെല്ലാം സ്ഥിരീകരിച്ച് അത് വെരിഫൈ ചെയ്ത് എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം ലഭ്യമാക്കി കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടിയും കൂടി ആർക്കുണ്ടായിരുന്നു, സൂപ്പർവൈസർക്കുണ്ട്. അതായത് സൂപ്പർവൈസറായിട്ട് നടക്കുമ്പോഴാണ് അറിയാം ഇന്ന യൂണിറ്റിൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, പേഷ്യന്റിനെ ഇന്ന രീതിയിലാണ് അവർ കെയർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. പേഷ്യന്റിന് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കും. ഇൻ കേസ് അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചാപ്റ്റർ 2 ആണ്. ഓക്കെ, ചാപ്റ്റർ 2 ആണ്. ഓക്കെ, അപ്പൊ അതിലെന്താണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ അതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ എക്യുപ്മെന്റ്സിന്റെ അപാകത കണ്ടുപിടുന്നത്. അപ്പൊ ആ എക്യുപ്മെന്റ്സ് എമർജൻസി ആയിട്ട് വേണം അത് ലഭ്യമാക്കി കൊടുക്കേണ്ടതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ എക്യുപ്മെന്റ്സ് അവർ ലഭ്യമാക്കി കൊടുക്കും. അങ്ങനെ ഒരു സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഓവറോൾ അവര് എല്ലാത്തിനെയും കുറിച്ചിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് എന്ത് തന്നെയായാലും എക്യുപ്മെന്റ്സിനെ കുറിച്ചാണെങ്കിലും ചിലപ്പോൾ പേഷ്യന്റിന്റെ നല്ല ഒരു സർവീസ് കാഴ്ചവെക്കാനല്ല അവരുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതേമാതിരി തന്നെ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളല്ലേ ചില ഇതുകളെല്ലാം വരുമ്പോൾ നഴ്സുമാർക്ക് ചില മാനേജ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പോളിസികളും നയങ്ങളും നടപ്പാക്കുന്ന കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസറാണ്. ഇതാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സ്പീഡ് കൂടുതലായിട്ട് ഏതെങ്കിലും ഭാഗം പോയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ പറഞ്ഞു പോകാം. കണ്ടിന്യൂ ചെയ്തോട്ടെ, ഞാൻ നെക്സ്റ്റ് ഭാഗം കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇൻചാർജ് അപ്പൊ നമുക്ക് നഴ്സിംഗ് ഇൻചാർജിലേക്ക് നോക്കാം. എന്താണ് നമുക്ക് ഒന്ന് രണ്ട് ഇതും കൂടെ ഉള്ളൂ. അതായത് കുറച്ച് 2-3% കൂടി ഡ്യൂട്ടീസ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് അറിയാലേ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയാം നഴ്സുമാർ സ്റ്റാഫ് നഴ്സ് എന്താണ് ചെയ്യുന്നത്. ചില സൂപ്പർവൈസർ നഴ്സുമാരൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അതേമാതിരി തന്നെ നഴ്സിംഗ് ഡയറക്ടറാണ് വന്നതിനൊക്കെ ഉള്ളത് അവർക്കുള്ള ഡ്യൂട്ടീസ് അപ്പൊ വായിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യുന്നത്. ഇതെല്ലാം ഓരോ ഹോസ്പിറ്റലിലുള്ള പല പൊസിഷനിലുള്ള പേഴ്സൺസ് ആണ്. അപ്പൊ ഇനി നെക്സ്റ്റ് പേഴ്സൺ എന്താണ്? നഴ്സിംഗ് ഇൻചാർജ്. Nursing in charge എന്താണ്? It is the duty of the nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. അതായത് നമുക്കറിയാലോ ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിലേക്കൊക്കെ ആയിട്ടാണ് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനൊക്കെ അങ്ങോട്ട് അല്ലെ ഓരോ പ്രത്യേക വാർഡുകളാണെങ്കിൽ നമുക്ക് കിട്ടും. അതേമാതിരി ഒരു വാർഡിന്റെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ഒരു പ്രത്യേക ഇൻചാർജ് ഉള്ള പേഴ്സണെയാണ് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണോ ഒരു വാർഡിന്റെയോ ഒരു യൂണിറ്റിന്റെയോ ഒരു ചാർജ് ഉള്ള പേഴ്സൺ ആയിരിക്കും. It is the duty of the nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. ഓരോ ഷിഫ്റ്റിലും ഓരോ വാർഡിലേക്കോ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലേക്കോ ഇൻചാർജ് ചെയ്യുന്ന വ്യക്തി അദ്ദേഹമായിരിക്കും എന്താണ് എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നത്, ഡയറക്റ്റ് ഒക്കെ ചെയ്യുന്നത്. അതായത് നഴ്സുമാരെയൊക്കെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട്
നമുക്കറിയാം നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് എന്താണ് ഡിസ്ചാർജ് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ ആ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വാർഡിന്റെയോ ഒരു യൂണിറ്റിന്റെയോ ഇൻചാർജ് ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. Then if there is any problem with the patient, it is the nursing in charge who contact the patient first. അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് പേഷ്യൻസിന് ഉണ്ടെങ്കിൽ പേഷ്യൻസ് ആദ്യം തന്നെ ഈ പ്രോബ്ലംസ് അറിയിക്കേണ്ടത് ആരെയാണ്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയെയാണ്. അപ്പൊ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയെയാണ് എന്താണ് പേഷ്യന്റിന് എന്തെങ്കിലും ആ വാർഡിലുള്ള പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അറിയിക്കേണ്ടത് നഴ്സിംഗ് ഇൻചാർജ്. If the patient is not satisfied with the response, ask to speak it to the nurse supervisor. അപ്പൊ ആദ്യം തന്നെ ഈ ഇൻചാർജ് ഉള്ള നഴ്സിനോട് പറഞ്ഞിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല ഈ പേഷ്യന്റിന്റെ പ്രോബ്ലംസ് സംതൃപ്തമായ രീതിയിലുള്ള മറുപടി സൊല്യൂഷൻ നിർദ്ദേശിക്കാനൊക്കെ സാധിച്ചില്ല എങ്കിൽ പിന്നെ ആരുടെ അടുത്താ പറയുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പൊ നമുക്കറിയാം നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ കീഴിലാണ് ആരുള്ളത്? നഴ്സിംഗ് ഇൻചാർജ്. നഴ്സിംഗ് ഇൻചാർജിന്റെ അടുത്താണ് ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ഒരു ഇൻചാർജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടാകുകയാണ് എങ്കിൽ അത് ആദ്യം ഇൻഫോം ചെയ്യേണ്ടത് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സണെയാണ്. അവർക്ക് കൃത്യമായിട്ട് ആൻസർ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ എന്താണ് അവർക്ക് സൂപ്പർവൈസറിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. The duties and responsibility. Duties എന്ന് പറയുന്നത് to supervise and support all nurse staff. നമുക്കറിയാം ഒരു വാർഡില് അല്ലെ ഒരു യൂണിറ്റില് ഉള്ള നഴ്സുമാർക്ക് അവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്? ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. To supervise and support all nursing staff. നമുക്കറിയാം സൂപ്പർവൈസർ എല്ലാ ഫീൽഡിലേക്കും പോകുന്നുണ്ട്. പക്ഷെ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയായിരിക്കും അവിടെയുള്ള ആ യൂണിറ്റിലുള്ള ആ വാർഡിലുള്ള നഴ്സുമാർക്കൊക്കെ സൂപ്പർവൈസ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. Then are responsible for maintaining high level patient service. അവർക്ക് നല്ല ഒരു സർവീസ് അല്ലെ പേഷ്യൻസിന് നല്ല സേവനം കാഴ്ചവെക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സണോട്. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിനുള്ള നമുക്കറിയാലോ പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂസ് വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സണാണ്. കാരണം അവരെയാണ് ഇപ്പം ചെയ്യേണ്ടത്, അവരാണ് അതിന്റെ സൊല്യൂഷൻ കൊടുക്കേണ്ടതായിട്ട്. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിൻ ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. Then to prepare monthly duty roster and report to supervisor. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇത് ഷിഫ്റ്റുകളെല്ലാം പ്ലാൻ ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. ഒരു വാർഡിന്റെ ഒരു യൂണിറ്റിലേക്ക് എന്താണ് ഓരോ നഴ്സുമാരുടെ ഡ്യൂട്ടികൾ അത് ആരാണ് ഈ ഷിഫ്റ്റില് ഡ്യൂട്ടി ചെയ്യേണ്ട വ്യക്തികൾ എന്നുള്ളത് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. പിന്നെ അവരെ എന്ത് ചെയ്യണം? റിപ്പോർട്ട് സൂപ്പർവൈസറിന് റിപ്പോർട്ട് കൊടുക്കുകയും വേണം. Then to maintain ward operation. അതേമാതിരി തന്നെ എന്തെങ്കിലും വാർഡിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തത് പരിഹരിച്ചു കൊണ്ടുപോകേണ്ടത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സണാണ്. To maintain medication and narrative reports. അതായത് ഇതിന് പ്രത്യേകം പറയുന്നത് മെഡിസിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ മെഡിസിൻ എന്തെങ്കിലും അഭാവങ്ങൾ ഉണ്ടെങ്കിൽ മെഡിസിനൊക്കെ അവൈലബിളാക്കി കുടിക്കേണ്ടതുണ്ട്. അതേമാതിരി എന്തെങ്കിലും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂസ് അതുമായി നരേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തയ്യാറാക്കുമ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സണാണ്. ഇതാണ് നഴ്സിംഗ് ഇൻചാർജിൽ പറയുന്നത്. അതായത് പേഷ്യന്റിന് അവര് പ്രാധാന്യമായിട്ട് പരിഗണന കൊടുക്കുകയാണ്. പേഷ്യന്റിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അത് ഇൻഫോം ചെയ്യേണ്ടത് നഴ്സിംഗ് ഇൻചാർജിനെയാണ്. അവർക്കാണ് സൊല്യൂഷൻ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുക. അതിനുശേഷമാണ് പറ്റിയില്ലെങ്കിലാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ അടുത്തേക്ക് പോവുക. അതേമാതിരി തന്നെ അവിടെ ഒരു വാർഡിലെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിലുള്ള എല്ലാ നഴ്സുമാർക്കും സൂപ്പർവൈസ് ചെയ്ത് കൊടുക്കേണ്ടതും എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ഇവരാണ്. അതേമാതിരി തന്നെ മറ്റും എന്തെങ്കിലും ഡ്യൂട്ടികളെ പറ്റിയിട്ടാണെങ്കിലും അത് ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ വയ്ക്കുമ്പോൾ അത് തയ്യാറാക്കി സൂപ്പർവൈസറിന് കൊടുക്കുന്നതും നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. പിന്നെ എന്തെങ്കിലും ഓപ്പറേഷൻ ആ വാർഡിലുള്ള പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക. അതേമാതിരി തന്നെ അവിടുത്തെ എന്തെങ്കിലും മെഡിസിന് എന്തെങ്കിലും അപാകതകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കുറവോ ഷോർട്ടേജ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. റിപ്പോർട്ടുകൾക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്
nursing in charge of the person. Okay. പിന്നെ നമ്മുടെ സ്റ്റാഫ് നഴ്സ് ആണ്, നമുക്കറിയാം ഇൻചാർജുള്ള വ്യക്തികളെയും സൂപ്പർവൈസറിനെയും അവരിലേക്ക് നമ്മൾ വല്ലപ്പോഴും ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ റയറായിട്ട് കാണുള്ളൂ. പക്ഷെ സ്റ്റാഫ് നഴ്സിനെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണും അല്ലെ. അത് പ്രധാനമായിട്ടും ഡ്യൂട്ടി ചെയ്യുന്ന നഴ്സുമാരാണ്. അവരെ കുറിച്ചിട്ടുള്ളതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ഇതിനെ കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സമയം തരാം. എന്തായാലും സ്റ്റാഫ് നഴ്സ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നഴ്സ് ഹു ഹാൻഡിൽ ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക്. അപ്പൊ ഇതില് സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് നമുക്കറിയാം. ഡ്യൂട്ടിയിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് സ്റ്റാഫ് നഴ്സ് ഹു ഹാൻഡിൽ ദ ലാർജസ്റ്റ് സെഗ്മെന്റ് അല്ലെ. അതായത് ഒരു ഡ്യൂട്ടിയിലെ ഏറ്റവും പ്രധാന ഹെൽത്ത് കെയർ വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സ് ആണ്. Staff nurse must have a bachelor degree or a diploma from a recognized nursing program. അതായത് എന്തെങ്കിലും റെക്കഗ്നൈസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. സ്റ്റാഫ് നഴ്സുമാർക്ക് ബാച്ചിലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം. നഴ്സിംഗ് പ്രോഗ്രാമുമായിട്ടുള്ള recognized degree or diploma ഉണ്ടായിരിക്കണം. They spend a lot of their time providing direct patient care. അതായത് നേരിട്ട് പേഷ്യന്റുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരാണ്? നഴ്സിംഗ് സ്റ്റാഫ് നഴ്സുമാരാണ്. സ്റ്റാഫ് നഴ്സ് കണ്ടിന്യൂസ്ലി ഒബ്സർവ്, മോണിറ്റർ ആൻഡ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ്. ഓരോ പേഷ്യന്റിനെയും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഒബ്സർവ് നിരീക്ഷിക്കുകയും അല്ലെ അവരുടെ ആ ഒരു പ്രോബ്ലംസ് എന്താണ് അല്ലെ രോഗങ്ങൾ എന്താണ് അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അത് എന്താണെന്ന് കണ്ടെത്താനായിട്ടുള്ള വിലയിരുത്തലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? സ്റ്റാഫ് നഴ്സ് തന്നെയാണ്. If there is a sudden change in any patient condition, nurse takes appropriate action such as medication or calling the doctor. So പേഷ്യൻസിനെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് നമുക്കറിയാം ഓരോ നഴ്സുമാരെ അവരുടെ ഡ്യൂട്ടിയിലുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. അവരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് നേരെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തെങ്കിലും ആക്ഷൻസ് സഡൻ ആക്ഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ നഴ്സ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ സച്ച് ആസ് മെഡിക്കേഷൻ ഓർ കോളിംഗ് ദ ഡോക്ടർ. പേഷ്യൻസിന് എന്തെങ്കിലും കണ്ടീഷൻസ് അല്ലെ പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡോക്ടർമാർക്ക് രോഗികൾക്ക് അതനുസരിച്ച് ഇപ്പൊ മെഡിസിൻ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാഫ് നഴ്സ് ആണ്. പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ എടുക്കും, മെഡിസിൻസ് കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിനെ കോൾ ചെയ്യുന്നതും ആര് തന്നെയാണ്? സ്റ്റാഫ് നഴ്സ് ആണ്. അപ്പൊ സ്റ്റാഫ് നഴ്സ് ആണ് നമ്മുടെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇവരുടെ ഡ്യൂട്ടീസ് എന്താണ്? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. പേഷ്യന്റുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് നല്ലൊരു ബന്ധം കാഴ്ചവെക്കുക. സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് എ സിസ്റ്റമാറ്റിക് എൻവയൺമെന്റ് ബൈ പ്രൊവൈഡിങ് ഇമോഷണൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ സപ്പോർട്ട് ടു പേഷ്യന്റ്, ഫ്രണ്ട്സ്, ഫാമിലീസ്. അതായത് നമുക്കറിയാലേ നല്ല നഴ്സുമാരെയൊക്കെ ചിലപ്പോഴൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളുന്നവരൊക്കെ ഉണ്ടാവും. കാരണം അവരുടെ നല്ല സമീപനമാണ്. ഏത് രോഗാവസ്ഥയിലാണെങ്കിലും നമുക്കറിയാം പെയിനും എന്തെങ്കിലും ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ പേഷ്യൻസ് അഡ്മിഷൻ എടുക്കുക. അപ്പൊ അവർക്ക് നല്ല ഒരു സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്ന നഴ്സുമാരെ എല്ലാവരും ഓർത്തിരിക്കും. അതാണ് പറയുന്നത് നല്ലൊരു ഫ്രണ്ട്സിനെ പോലെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയായിരിക്കണം ഇവരുടെ വിധാനങ്ങളെല്ലാം അവർക്കും കൂടി പങ്കുവെക്കാനുള്ള ഒരു അവസരമൊക്കെ കാഴ്ചവെക്കാൻ വേണ്ടി നഴ്സുമാർക്കും ഒന്നുകൂടെ പങ്കുവെക്കാനും തിരിച്ച് അവരെ സമാധാനിപ്പിക്കാനും ഉള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരുന്നു സ്ഥാപിച്ചിരിക്കണമാര് നമ്മുടെ സ്റ്റാഫ് നഴ്സുമാർ. നമുക്കറിയാം ചില പേഴ്സൺസിനെ ഇഞ്ചക്ഷൻ വെക്കാനും മെഡിസിൻ കഴിക്കാനൊക്കെ പെട്ടെന്ന് ആക്റ്റീവ് ആവണമെന്നില്ല അല്ലെ. അപ്പൊ ഇവരുടെ നല്ല സമീപനം ഉണ്ടെങ്കിലാണ് അതെല്ലാം നല്ല രീതിയിൽ അവർക്ക് ചെയ്തു കിട്ടാനൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കണം. സോൾവ് പേഷ്യൻസ് പ്രോഗ്രാം മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയൺമെന്റ്. എല്ലാ തരത്തിലും നമ്മുടെ പേഷ്യൻസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് പോകണം. അതേമാതിരി തന്നെ എന്താണ് സേഫ് നല്ല രീതിയിൽ തന്നെ ആ എൻവയൺമെന്റ് ആ പശ്ചാത്തലം അത് ഹോസ്പിറ്റലിൽ നമുക്കറിയാലോ ഒരു വാർഡിലാണെങ്കിലും റൂമിലാണെങ്കിലും നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് ആക്കിയെടുക്കാനായിട്ട് സ്റ്റാഫുമാരുടെ ഒരു സാന്നിധ്യം നല്ലതാണ്. അതായത് നല്ല രീതിയിലുള്ള സാന്നിധ്യം ഉണ്ടെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ കെട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കും. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. അതായത് മെഡിസിന്റെ ഭരണം അല്ലെ എത്രത്തോളം മെഡിസിൻ വേണം, അതിങ്ങനെയാണ് കഴിക്കേണ്ടത്,
അതിന്റെ സ്റ്റോറേജ് പ്രൊസീജിയർ അത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടത്. അത് ഇൻ കേസ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ആര് തന്നെയാണ്? സ്റ്റാഫ് നഴ്സുമാർ തന്നെയാണ്. എന്തായാലും നമുക്കറിയാലേ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോ നെക്സ്റ്റ് ഉച്ചക്കത്തേക്കുള്ള മെഡിസിൻ ഉണ്ടോ, ഈവനിങ്ങിലുള്ള മെഡിസിൻ ഉണ്ടോ, ഇഞ്ചക്ഷൻ നിങ്ങൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടോ, അതൊക്കെ അന്വേഷിക്കുന്നത് ആരാണ്? സ്റ്റാഫ് നഴ്സുമാരാണ്. ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിങ്, അതായത് എന്തെങ്കിലും ചാർട്ട് അനുസരിച്ചിട്ട് ആയിരിക്കും അല്ലെ, ഓരോ ചാർട്ടും വെച്ചിട്ടായിരിക്കും നഴ്സുമാർ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അതിലെല്ലാം ഇത് തയ്യാറാക്കിയെടുത്തെങ്കിൽ രേഖപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫോർമേഷൻ കോൺഫിഡന്റ്. അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം അല്ലെ, പേഷ്യൻസിന് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്ന പേഴ്സൺ ആണ് ആര്? നഴ്സുമാർ. അപ്പൊ അവര് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇൻഫോർമേഷൻസ് എപ്പോഴും എന്താണ് സൂക്ഷിക്കുന്നത് അല്ലെ, അവര് തുറന്ന് പറയാനായിട്ട് ചിലപ്പോൾ ചാൻസ് ഉണ്ടാവാം. അവർ തുറന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം എന്താണ് കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് മറ്റുള്ള വ്യക്തികൾക്ക് പാസ് ചെയ്യില്ലാത്ത ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണർത്തി കൊടുക്കണം. ദെൻ മെയിൻറ്റെയിൻ ഇൻവെന്ററി ചെക്കിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോ ഇന്ന പേഷ്യൻസിന് കഴിക്കാനുള്ള മെഡിസിൻ ഉണ്ടോ, നിലവില് നമ്മളുടെ ഇതിൽ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെയുള്ള ഇൻവെന്ററി ചെക്കിങ് ഒക്കെ നടത്തേണ്ടതും ഇത് തന്നെയാണ്. മെഡിസിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേതെങ്കിലും ഏരിയസോ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്. ദെൻ മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ ആക്ടിവിറ്റി എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്സ്. അതായത് നമുക്കറിയാം പുതിയ കാലഘട്ടമാണ് അല്ലെ, ഇപ്പൊ പുതിയ രീതിയിലുള്ള കുറെ അറിവുകളും ഈ സ്റ്റാഫ് നഴ്സുമാരെ സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പുതിയതായിട്ട് എന്തെങ്കിലും അത് എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ടെക്നിക്കൽ നോളജ് ബൈ ആക്ടിവിറ്റി എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ്, അതായത് പഠനത്തോടൊപ്പം തന്നെ എന്തെങ്കിലും ടെക്നിക്ക് നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഇപ്പൊ പൊതുവെ മെഷീൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പൊ ആ പുതിയ ടെക്നിക്സ് ഒക്കെ പഠിക്കാനായിട്ടും ആര് ബാധ്യസ്ഥരാണ്? സ്റ്റാഫ് നഴ്സുമാര് ബാധ്യസ്ഥരാണ്. ഓക്കെ, അതാണ് സ്റ്റാഫ് നഴ്സില് പറയുന്നത്. ചെറിയ ഭാഗം കൂടി ഉണ്ടത് നഴ്സിംഗ് അസിസ്റ്റന്റ്. നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും താഴെ ലെവലിലുള്ളതാണ് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് സ്റ്റാഫ് നഴ്സിനേക്കാളും താഴെയുള്ള പദവിയാണ്. അവരുടെ ക്വാളിഫിക്കേഷനും അത് തന്നെയായിരിക്കും. നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നഴ്സിംഗ് ഈസ് ഇൻഡിവിജ്വൽ who works under a staff nurse in a supportive role under. അവരെ നഴ്സുമാരെ സപ്പോർട്ട് ചെയ്യുന്ന റോളാണ് പ്രധാനമായിട്ട് സ്റ്റാഫ് നഴ്സിംഗ് അസിസ്റ്റന്റിന് ഉള്ളത്. അസിസ്റ്റൻസ് ഹാവ് ഡ്യൂട്ടീസ് ലൈക്ക് ഹെൽപ്പിംഗ് പേഷ്യൻസ് വിത്ത് ദെയർ ബേസിക് നീഡ്സ്. അതായത് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നമുക്കറിയാം ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതല്ലെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു IV ഇടാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ഇടുമ്പോഴൊക്കെ എന്തെങ്കിലും സ്റ്റാൻഡ് കൊണ്ടു വെച്ച് അവർക്ക് എന്തെങ്കിലും, അതായത് നഴ്സുമാർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിത്വമാണ് ആരുടെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ. ദേ മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ് ഓഫ് നഴ്സിംഗ്. ചെറിയ ഒരു ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സുകളായിരിക്കും നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. കേസ് അതിൽ വീണ്ടും പറയുന്നുണ്ട് ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം ക്ലീൻ ദ ബാത്ത് പേഷ്യൻസ്, അതായത് എനിക്ക് അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ നീറ്റാക്കി കൈകാര്യം ചെയ്യുക. അതേമാതിരി തന്നെ ബാത്റൂമിലൊക്കെ പേഷ്യൻസിനൊക്കെ കൊണ്ടുപോകാനുള്ള ഹെൽപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികളാണ് എന്താണ് നഴ്സിംഗ് അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം എല്ലാവരുടെയും ഡ്യൂട്ടി നമ്മൾ മാനിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും ഹെൽപ്പും ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുണ്ട് അല്ലെ. അപ്പൊ നഴ്സിംഗ് അസിസ്റ്റന്റുമാര് അവർ പഠിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് അവർ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ, ചിലപ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ടെസ്റ്റ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ IV ഗ്ലൂക്കോസ് ഇടുന്നതിന്റെ സ്റ്റാൻഡ് കൊണ്ട് വെക്കാനോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റാഫ് നഴ്സുമാരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ. ഓക്കെ, അതാണ് ലാസ്റ്റ് പോയിന്റില് പഠിപ്പിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്താ പറയുക, ഒരു ഹൈറാർക്കി സിസ്റ്റം പോലെ തന്നെ ഉള്ളതാണ്. അതിലൊരു ചെറിയൊരു ഭാഗം കൂടെ ഇത് തീർക്കാനുണ്ട് കേട്ടോ. നോട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസില് ചിലപ്പോൾ പേഷ്യൻസ് യൂസ് ബാത്റൂമേ ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ്
Then maintain patients hygiene and change bedding. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബെഡിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെ, കാരണം രോഗികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ബെഡിങ്ങും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. ടേൺ റീപൊസിഷൻ ആൻഡ് മൂവ് പേഷ്യൻസ് ബിറ്റ്വീൻ വീൽ ചെയർ, സീറ്റ് ആൻഡ് ബെഡ്. അതായത് സിറ്റിങ്ങിലേക്ക് നമുക്കറിയാം നടക്കാൻ പറ്റാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ വീൽ ചെയറിലേക്ക് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇരുത്താനോ അല്ലെങ്കിൽ ബെഡുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവര് നഴ്സിംഗ് അസിസ്റ്റന്റ്മാര് വർക്ക് ചെയ്യുന്നത്. മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യന്റ് ടേക്ക് ദെയർ ഫുഡ്. ഭക്ഷണം നേരാവണ്ണം കഴിക്കാൻ പറ്റാതെ ഏജ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂസ് ഒക്കെ അല്ലെ നമ്മൾ അറിയാം. ആർക്കാണെങ്കിലും അസുഖങ്ങൾ എപ്പോഴാണെങ്കിലും വരാതെ. അപ്പൊ ഏത് അവർക്ക് സ്വന്തമായിട്ട് സ്വമേധയെ ചെയ്യാൻ പറ്റാത്ത രോഗികളാണെങ്കിൽ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ്മാര് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. Then measure vital signs such as blood pressure, temperature and report routine nurse. അതാണ് എന്ന് പറയുന്നത് routine nurse. നഴ്സുമാരെ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അറിയേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ ചില രോഗികൾക്ക് എന്താണ് എപ്പോഴും അവരുടെ പ്രഷറോ ടെമ്പറേച്ചറും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഷുഗർ ഒക്കെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഓക്സിജന്റെ ലെവലോ അതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് അത് റൂട്ടീൻ നഴ്സുമാരെ അറിയിക്കേണ്ടതുണ്ട്. അവരെ ആണ് നഴ്സുമാരെ അറിയിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് എത്തിരി കൂടുതലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള മെഡിസിൻസ് കൊടുക്കും. അപ്പൊ എപ്പോഴും ഇവരുടെ കൂടെ പേഷ്യൻസിന്റെ കൂടെ ചിലപ്പോൾ 24 hours ഏതെങ്കിലും പേഴ്സൺസ് ഒക്കെ ഇരിക്കേണ്ടതായിട്ട് വരും ചില രോഗികളുടെ അവസ്ഥ അനുസരിച്ചിട്ട്. അങ്ങനെ വരുമ്പോഴേ ഇങ്ങനെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആരാണ് നമ്മള് റൂട്ടീൻ നഴ്സ് എന്നാണ്. റൂട്ടീൻ നഴ്സ് എന്ന് പറയുന്നത് റൂട്ടീൻ നഴ്സ്, അതായത് റുട്ടീനായിട്ടും വരുന്നു പോകുന്ന നഴ്സുമാരെ അറിയിക്കേണ്ടതുണ്ട്. നമുക്കറിയാം വാർഡിലാണെങ്കിലും റൂമിലാണെങ്കിലും നഴ്സുമാർക്ക് ഒരു ഇതനുസരിച്ചിട്ടുള്ള ഒരു ഷിഫ്റ്റ് അനുസരിച്ച് അവർ വരുന്നത്. ഓക്കെ, അപ്പൊ അവര് ആ ഇതനുസരിച്ചിട്ട് വന്നു പോകും. അപ്പൊ ഇൻ കേസ് ഇവരുടെ വേരിയേഷൻസ് ഇപ്പോ നമുക്കറിയാം എന്തെങ്കിലും പ്രഷറിന്റെ വേരിയേഷനോ അല്ലെങ്കിൽ ഓക്സിജൻ ലെവലിന്റെ കപ്പാസിറ്റി ഓക്സിമീറ്റർ ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഓക്സിജന്റെ ലെവലിന്റെ കപ്പാസിറ്റിയോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവരെ ഇൻഫോം ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജുകളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റുമാരാണ്. അതാണ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തായാലും ഒന്ന് വായിച്ചു നോക്കണോട്ടോ ഇത് തന്നെ, കാരണം ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2-3 പേജാണ്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു മാറ്റേഴ്സ് ആണ് അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫീൽഡാണത്. നഴ്സിംഗ് ഹയറാർക്കി നമ്മൾ എന്താ പറയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്ന കുറെ കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മൾ സ്റ്റാഫ് നഴ്സിനെ നഴ്സിംഗ് അസിസ്റ്റന്റിനൊക്കെയാണ് റയർ ആയിട്ടെങ്കിലും ഇവരെയെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇവരുടെ ഡ്യൂട്ടീസുകളൊക്കെ എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം, എക്സാമിന് മുമ്പാണെങ്കിലും. കാരണം ഇതിലേതെങ്കിലൊക്കെ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ട ഒരു ചാപ്റ്റർ ഡയറ്ററി സർവീസ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഡയറ്ററി സർവീസസിന്റെ എടുക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.